ഓണക്കോടി എടുക്കാനുള്ള ഓട്ടത്തിലാണ് മലയാളികൾ. വസ്ത്രവിപണികളെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പുകളിലെല്ലാം വലിയ തിരക്കാണ്. കാലെടുത്ത് കുത്താൻ വയ്യ പലയിടത്തും. ഏതായാലും ഓണക്കാലത്തെ വസ്ത്രവിപണിയിലും ഫാഷൻ ട്രെൻഡുകളിലും എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് വിപണി എന്ന് നോക്കി വരാം. സുനിഷ അയ്യലൂർ പഴവങ്ങാടിയിൽ നിന്ന് ചേരുകയാണ്. സുനിഷ, ഓണക്കോടിയൊക്കെ എടുത്തോ? എന്താണ് ഓണവിപണിയിൽ, ഓണക്കോടിയ വിപണിയിൽ? വെറൈറ്റി സെറ്റ് മുണ്ടുകളുണ്ട്. ചിലയിടത്തൊക്കെ കണ്ടു സെറ്റ് മുണ്ടിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ വരെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലേ? അതെ വിനീത, ഓണമായ പിന്നെ ഓണക്കോടി ഇല്ലാതെ പറ്റില്ലല്ലോ, അത് നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് അതേ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഉള്ളത് പഴവങ്ങാടിയിലാണ്. ആദ്യം തന്നെ കുറച്ച് ട്രെൻഡുകൾ കാണിക്കുക, നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നിലവിലിപ്പോൾ ഈ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒന്ന് ഇതാണ്. അതായത് മദ്രാസ് ചെക്ക് എന്നറിയപ്പെടുന്ന ഈ ഡ്രസ്സാണ് നിലവിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ പിടിച്ചടക്കിയിരിക്കുന്നത് ഇതുപോലുള്ള ചെക്ക് വസ്ത്രങ്ങളാണ്. നേരത്തെ വിനീത പറഞ്ഞതുപോലെ സാരിയൊക്കെ ഇച്ചിരി മാറ്റിപ്പിടിച്ചാലോ എന്നുള്ളത് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. കൂടുതൽ ആളുകളും ധാവണിയും ഈ പട്ടുപാവാടയും ഒക്കെയാണ് കൂടുതലായി വാങ്ങുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പുളിയിലക്കര സാരികളോടൊക്കെ കുറച്ച് ഇഷ്ടം കൂടിയിട്ടുമുണ്ട്. മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് സറാറ, അതാണ് കൂടുതൽ ആളുകളും ഇപ്പോൾ ഓണത്തിന് ഓടി വന്ന് വാങ്ങുന്ന ഒരു സാധനം. എന്താണ് ഈ സറാറ എന്നാണെങ്കിൽ ഇതാണ് നമ്മുടെ സറാറ ഡ്രസ്സ്. അതായത് ഒരു ടോപ്പുണ്ട്, ഇങ്ങനെ ഒരു ടോപ്പ് ഉണ്ടാകും, അതിനുശേഷം ഒരു പ്ലാസോ പാൻറ് പോലെ ഇതുപോലെ ഒരു പാൻറ്റുണ്ട്, ശേഷം ഒരു ഷോൾ കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ സറാറ. ഈ സറാറക്ക് നല്ല ഡിമാൻഡാണ് ഇവിടുന്നാണ് പറഞ്ഞത്. ചേച്ചി എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. നല്ല തിരക്കാണ് ഇവിടെ. കൂടുതലായിട്ട് സറാറ പോകുന്നുണ്ട്, ധാവണി പോകുന്നുണ്ട്, പട്ടുപാവാട നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് ഈ മന്തിൽ തന്നെ 1-ാം തീയതി തൊട്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. ഈ കളക്ഷനല്ല ഇപ്പോൾ ഒരുപാട് കളക്ഷനുള്ളതെല്ലാം പോയിട്ടുണ്ട്. നല്ല നല്ല കളക്ഷനുകളെല്ലാം പക്ഷേ തിരക്കെന്ന് പറയാൻ പറ്റത്തില്ല. അധികം തിരക്കാണ്. ഞങ്ങൾക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത തിരക്കാണ് ഇവിടെ. ആളുകളൊക്കെ കൂടുതൽ ചോദിച്ച് വാങ്ങിക്കുന്നത് ഏതാണ്? ചോദിച്ച് വാങ്ങുന്നത് ധാവണി, സറാറ. ഇപ്പൊ കൂടുതലും വരുന്ന പിള്ളേർക്ക് സറാറയാണ്. അരിയൊന്നും വേണ്ട ആർക്കും. സാരി വേണ്ട, സാരി ആർക്കും വേണ്ട. ധാവണിയാണ് ഏറ്റവും. ധാവണി, സറാറ കൂടുതൽ സെലക്ഷൻ പോകുന്നത്. ധാവണി, സറാറ. ഇതിപ്പോൾ ഞങ്ങളൊരു 10 പ്രാവശ്യമെങ്കിലും സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് ഇവിടെ. 1-ാം തീയതി തൊട്ട് ഈ സമയം വരെ 10 പ്രാവശ്യം വരും സ്റ്റോക്ക്. ഇപ്പോൾ ധാവണിയും പട്ടുപാവാട ഇറക്കിയിട്ടുള്ള സറാറായിരുന്നു. ഈ മദ്രാസ് ചെക്കിനും നല്ല ഡിമാൻഡ്, നല്ല മൂവിങ് ആണ് അതിന്. നല്ല മൂവിങ്. അതിപ്പം നമ്മൾ ഇപ്പോൾ ഒരു 2 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് വരെ ഫ്രോക്ക് വരെ ഞങ്ങളിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. നല്ല മൂവിങ് ആണ്, നല്ല കളക്ഷനുമാണ്. കസ്റ്റമർ ഒരുപാടുണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമറായാലും പുറത്തുള്ള കസ്റ്റമറായാലും ഓൺലൈനിലായിരുന്നാലും ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും 1-ാം തീയതി തൊട്ട് ഈ സമയം വരെ ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല. തിരക്ക് തന്നെയാണ് ഓണത്തിൻ്റെ. ഓണത്തിന് വെറും 2-3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പം തന്നെ നല്ല തിരക്കുണ്ട്, നല്ല വെറൈറ്റി ഉള്ള തന്നെയാണ്. ഞങ്ങളുടെ സ്റ്റോക്ക് എല്ലാം തീർന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഓണം ആകും മുന്നേ സ്റ്റോക്കൊക്കെ തീർന്നു എന്നുള്ളത് ചേച്ചി പറയുന്നത്. തലേന്നായി ഇനിയിപ്പോൾ ഉത്രാടത്തിനൊക്കെ ഇച്ചിരി ഡ്രസ്സ് വാങ്ങാന്ന് കരുതിയാൽ ഇല്ലേ? തീർന്നോ? ഇല്ല, തീർന്നു. കുറച്ചേ ഉള്ളൂ. എന്തായിരുന്നാലും അതാണ് വലിയ ഇഷ്ടമാണ്. ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. നിരവധി ആളുകൾ നമ്മൾ വരുമ്പോൾ തന്നെ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടു. ഈ മദ്രാസ് ചെക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ തയ്യൽക്കാരൊക്കെ എല്ലാവരും മദ്രാസ് ചെക്ക് കൊണ്ടുവന്നിട്ട് ഇത് ആർക്ക് ഏതാ തയ്ക്കേണ്ടെന്ന് അവസാനം അറിയാതെ അന്തം വിട്ടിരിക്കുന്ന ഒരു റീലൊക്കെ കാണുകയായിരുന്നു. മദ്രാസ് ചെക്കാണ് തോന്നുന്നു ഇക്കുറി തൂക്കിയിരിക്കുന്നത് ഓണം. അതേ വിധം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതുകൊണ്ടോ മദ്രാസ് ചെക്കിൽ തന്നെ കുഞ്ഞു മക്കൾക്കുള്ള പല രീതിയിലുള്ള മദ്രാസ് ചെക്കുകൾ നമുക്ക് കാണാൻ പറ്റും. 1, 2 ഈ രീതിയിൽ. പിന്നെ ചെറിയ ഉടുപ്പുകളുണ്ട്. അതുകൊണ്ട് വിനിത പറഞ്ഞൊരു കാര്യം ശരിയാണ്. സ്വാഭാവികമായിട്ടും ഈ തലേന്നും ഒക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഈ തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽക്കാരെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം വരുന്നതിൽ അതിശയപ്പെടാനില്ല എന്നുള്ളതാണ്. അത്രയധികം ഈ മദ്രാസ് ചെക്കുകൾ ഇങ്ങനെ സജീവമായിട്ടുണ്ട്. ആളുകൾ ഇതെല്ലാം ഈ ഇൻസ്റ്റഗ്രാം തുറന്നാൽ തന്നെ മദ്രാസ് ചെക്കുകൾ മാത്രമാണ് കാണുന്നത്. പിന്നെ ഇച്ചിരി വെറൈറ്റി ആയിട്ട്, പക്ഷേ കണ്ണൂർക്കാരി ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇച്ചിരി വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് തോന്നിയതാണ്. ഇതാ മുഴുവൻ തെയ്യം പ്രിന്റൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു പട്ടുപാവാട കൂടി കാണുന്നുണ്ട്. ഇത്തരം പ്രിന്റിങ്ങിനോട് കൂടി ആളുകൾക്ക് വലിയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ഇതൊക്കെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന പട്ടുപാവാടയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രിന്റിങ്ങുകളോടൊക്കെ ആളുകൾക്ക് ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ട്രെൻഡ് എങ്ങനെ പിടിക്കാം എന്നുള്ളതാണ്. വാങ്ങി വിനീത. ഇത്തവണ വലിയ ഈ മദ്രാസ് ചെക്കിന്റെ ട്രെൻഡിനോട് പോയിട്ടില്ലെങ്കിലും ഓണക്കോടി വാങ്ങിയിട്ടുണ്ട്. അത് ഈ സാരി അല്ലെങ്കിൽ പുളിയിലക്കര സാരിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് അങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത്. ശരി, അപ്പോൾ തിരുവോണ ദിനത്തിൽ നമുക്ക് നമ്മുടെ സുനിഷ അയ്യലൂരിനെയും പുളിയിലക്കര സെറ്റ് മുണ്ട് എടുത്തിട്ട് കാണാം. ഏതായാലും ഓണവിപണിയിൽ, പ്രത്യേകിച്ച് വസ്ത്രവിപണിയിൽ വലിയ തിരക്കാണ്. കളർഫുള്ളാണ് ഇത്തവണ വസ്ത്രവിപണി എന്നതാണ്. അപ്പോൾ മദ്രാസ് ചെക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രിന്റുകൾക്കാണ് വലിയ താല്പര്യം. ഇനിയിപ്പോൾ
പഴയ സാരിയെ പുതിയ ട്രെൻഡിങ് ആക്കാൻ ഈ പ്രിന്റുകളൊക്കെ സ്റ്റിക്കർ രൂപത്തിൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ അയൺ ബോക്സ് വെച്ചൊന്ന് ചൂടാക്കിയാൽ ആ സ്റ്റിക്കർ ഈ സാരിയിലും മുണ്ടിലും ഒക്കെ പതിപ്പിക്കാവുന്ന തരത്തിലുള്ള ട്രെൻഡും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സുനിഷ ചെന്ന കടയിൽ ഏതാണ്ട് സ്റ്റോക്കൊക്കെ തീർന്നു. അപ്പോൾ ഈ ഉത്രാട ദിനത്തിലേക്ക് മാറ്റി വെക്കേണ്ട ഷോപ്പിംഗ് പലയിടത്തും സ്റ്റോക്കൊക്കെ തീർന്നു. അതാണ് അവസ്ഥ.